അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാക്കിയുള്ള ആയുസ് അവൻ തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട മേഖലകളിൽ വിനിയോഗിക്കുവാനും അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി കണ്ണടക്കുവാനുള്ള സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസിയുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ റമദാൻ. പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മൾ ഈ വിശുദ്ധ റമദാൻ എത്രമേൽ വലിയ അനുഗ്രഹമാണെന്നും അതിനെ കഴിഞ്ഞകാല റമദാനിൽ ഉപയോഗപ്പെടുത്തിയതിനേക്കാൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഇന്നത്തെ ഖുത്ബ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ റമദാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹം തന്നെയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ വിശുദ്ധ റമദാൻ അത് ഒരാൾക്ക് സമാഗതമായി ഒരു റമദാനിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള അവസരം ലഭിച്ചാൽ അതെത്രമേൽ വലിയ അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സുപ്രസിദ്ധമായ സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുളാഅ ഗോത്രത്തിൽപ്പെട്ട 2 പേർ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൽ ഒരാൾ അപരനെ അപേക്ഷിച്ച് വളരെ കൂടുതലായി ഇബാദത്തുകൾ നിർവഹിക്കുന്ന, അതിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്ന, പുണ്യം പ്രവർത്തിക്കുവാൻ ലഭിക്കുന്ന സകല സന്ദർഭങ്ങളും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചു. തന്റെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തി, തന്റെ സഹോദരൻ, 1 വർഷം കൂടെ അദ്ദേഹത്തിന് ജീവിക്കുവാൻ സാധിച്ചു. ആദ്യ സഹോദരൻ രക്തസാക്ഷിയായി. തന്റെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ച സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് 1 വർഷം കൂടെ ജീവിക്കാനുള്ള ആയുസ് നൽകി. 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് ഒരു സ്വഹാബി ഇവരെ 2 പേരെയും സ്വപ്നത്തിൽ കാണുകയാണ്. രക്തസാക്ഷി സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് സ്വാഭാവിക മരണം വരിച്ച 2ാമത്തെ വ്യക്തി സ്വർഗത്തിൽ പോകുന്നതാണ് സ്വപ്നം. ഈ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഈ സ്വഹാബി നബിയുടെ മുമ്പിൽ അത് അവതരിച്ചപ്പോൾ ആശ്ചര്യപൂർവമാണ് അവതരിപ്പിക്കുന്നത്. ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന പ്രതിഫലവും നേട്ടത്തെയും സംബന്ധിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു സ്വഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ആശ്ചര്യത്തിന്റെ കാരണം, രക്തസാക്ഷി എന്ന് പറയുന്നത് ശത്രുവിന്റെ വെട്ടേറ്റ് ആദ്യ തുള്ളി രക്തം ഭൂമിയിൽ പതിയുന്നതോടുകൂടി സകലമാന പാപങ്ങളും പൊറുക്കപ്പെടുന്ന ഉന്നതമായ ദറജയിൽ എത്തുന്ന വ്യക്തിയാണ് രക്തസാക്ഷി. ആ രക്തസാക്ഷി സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായ മരണം വരിച്ച ഈ വ്യക്തി സ്വർഗത്തിൽ പോകുവാനുള്ള കാരണം എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അന്വേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയോട് ഒരൊറ്റ ചോദ്യമാണ് ഇതിന് മറുപടിയായി നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന. ഈ സ്വാഭാവികമായ മരണം വരിച്ച വ്യക്തി രക്തസാക്ഷിയേക്കാൾ ഒരു വർഷം കൂടെ ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചല്ലോ. വഖദ് അദ്റക റമളാൻ. ഈ വ്യക്തിക്ക് രക്തസാക്ഷിയേക്കാൾ ഒരു റമളാൻ കൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രമേൽ വലിയ മുൻഗണന ലഭിക്കുവാൻ നിമിത്തമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ആ സ്വാഭാവികമായ മരണം വരിച്ച വ്യക്തിക്ക് ഒരു വർഷത്തിനിടയിൽ ദീർഘമായ ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ, ഒരുപാട് സുജൂദ് ചെയ്യാൻ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടെ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മുൻഗണനയും പരിഗണനയും അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ ഒരു റമദാൻ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദം പകരുന്ന നിമിഷങ്ങളാണ്. അതിന് കാരണം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സകലമാന പാപങ്ങളും പൊറുക്കപ്പെടുവാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ്. ഇത്രമേൽ നല്ല ഒരു സന്ദർഭം വേറെ നമുക്ക് ലഭിക്കുമോ എന്ന് സംശയമാണ്. ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ മുഴുവനും കഴുകി വൃത്തിയാക്കി വൃത്തിയുള്ള വെടിപ്പുള്ള ഒരു മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ലഭിക്കുന്ന, അതിന് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമാണ് റമദാൻ. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് പാപങ്ങൾ, ആ പാപങ്ങളിലൊക്കെ ഉദാഹരണം പറയാം, 1000 പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ 999 അള്ളാഹു തആല നമുക്ക് പുറത്തു തന്നു. ഒന്ന് മാത്രം പുറത്തു തരാതെ അവിടെ നിർത്തി. അതുകൂടെ പൊറുക്കപ്പെട്ടെങ്കിലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. പാപത്തിന്റെ ചെറിയ ഒരു അംശം നമ്മുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ അതുകൂടെ വൃത്തിയാക്കി, അതുകൂടെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്തെങ്കിലേ സ്വർഗപ്രവേശം സാധ്യമാകും. അതിന് പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭമാണിത് വരാനിരിക്കുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിച്ചു നോക്കാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരാണ് എന്ന് നമുക്കറിയാം. അഫ്ളലു ഹാദിഹിൽ ഉമ്മ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജാഗലിയ കാലത്ത് വിഗ്രഹാരാധന പടർന്ന് പന്തലിച്ചതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടെന്ന കാര്യമില്ല. ഓരോ വീട്ടിലും വിഗ്രഹങ്ങൾ, കഅബക്കകത്ത് പോലും 360 ചില്ലാനം വിഗ്രഹങ്ങൾ. ഇങ്ങനെ വിഗ്രഹാരാധന അത് വളർന്ന് പന്തലിച്ച ഒരു കാലഘട്ടമാണ്. അവിടെ അത്രമേൽ
വിഗ്രഹാരാധന വളർന്നിട്ടും പന്തലിച്ചിട്ടും ജാഗലിയ കാലത്ത് ഒരു വിഗ്രഹത്തിന് പോലും സുജൂദ് ചെയ്യാത്ത മഹാനാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അത്രമേൽ ശ്രേഷ്ഠനാണ്. മദ്യപാനം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു തിന്മയാണ്. മദ്യത്തെ 100 പേര് ചൊല്ലി വിളിച്ചിരുന്ന ഒരു ജനതക്ക് മദ്യത്തോടുണ്ടായിരുന്ന ആസക്തി എത്രയാണെന്ന് പറഞ്ഞു തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദ്യം ഒരിക്കൽ പോലും രുചിച്ചു നോക്കിയിട്ടില്ലാത്ത വ്യക്തിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫളായിലുകൾ പറയുകയാണെങ്കിൽ ദീർഘിച്ചു പോകും. ഇത്രമേൽ ജാഗലിയ കാലത്ത് പോലും ഉന്നതനായ, പാപമൊന്നും ചെയ്യാതെ പരമാവധി വിശുദ്ധി പാലിച്ച് ജീവിച്ച മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം ആശ്ലേഷിച്ച ശേഷം, നമസ്കാരമൊക്കെ നിർബന്ധമാക്കിയ ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, എനിക്ക് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ഒരുപാട് ദുൽമ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ആത്മദ്രോഹം വരുത്തിയിട്ടുണ്ട്, എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ഞാൻ സൂചിപ്പിച്ചു, ജാഗലിയ കാലത്ത് പോലും ഒരു വിഗ്രഹത്തിന് പോലും സുജൂദ് ചെയ്യാത്ത, ഒരിറ്റ് കള്ള് പോലും അതിന്റെ രുചി അറിയാത്ത, രുചിച്ചു നോക്കാത്ത മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്ഫിറത്തിന്റെ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള കാരണം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മഗ്ഫിറത്ത് കിട്ടുക എന്ന് പറയുന്നത് അത്രമേൽ അപാരമായ അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കാൻ കൂടിയാണ്. അതിന് പറ്റിയ സന്ദർഭമാണ് റമദാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത്രമേ നല്ലൊരു സന്ദർഭം ഇല്ലെന്നാണ് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത്. കാരണം ഒരാൾക്ക് സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ ഉതകുന്ന എല്ലാവിധ സാഹചര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി വെക്കുന്നു. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ മലർക്കെ റമദാനിൽ തുറക്കപ്പെടുന്നു. നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്നു. പിശാചുക്കളിലെ വലിയ ഫിതനയുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്നവരെ പിടിച്ചു കെട്ടുന്നു. മാത്രമല്ല, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ, നന്മ പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ മുന്നോട്ട് വരട്ടെ, തിന്മ പ്രവർത്തിക്കുന്നവനെ അത് അവസാനിപ്പിച്ച് നന്മക്കുതകുന്ന, സ്വർഗത്തെ പ്രവേശനത്തിന് നിമിത്തമാകുന്ന ഒരുപാട് സുഹൃതങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ. പ്രത്യേകിച്ച് പുണ്യമായ രാവുകളിൽ, പകലുകളിൽ നിനക്കത് നിർവഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇതുങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നല്ല, റമദാനിലെ എല്ലാ രാത്രിയിലും ഒരുപാട് ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. 30 രാവുണ്ടെങ്കിൽ 30 രാവിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നു. കഴിഞ്ഞ റമദാനിൽ അതുണ്ടായിട്ടുണ്ട്, എല്ലാ റമദാനിലും അത് സംഭവിക്കുന്നുണ്ട്. ആ ലക്ഷോപലക്ഷം ആളുകളെ അല്ലാഹു തആല ഓരോ റമദാനിന്റെയും രാവിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആ കൂട്ടത്തിൽ ഒരാളായി, ഒരംഗമായി നമ്മൾ ഉണ്ടാവാൻ, അതിന് ഏറ്റവും നാം അധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പാപമോചനത്തിനുതകുന്ന കർമ്മങ്ങളിൽ വ്യാപൃതമാകുക എന്ന് പറയുന്നത്. ഈ റമദാൻ കഴിഞ്ഞു പോയിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാത്ത അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ തുടർ ജീവിതവുമെങ്കിൽ അവൻ ഏറ്റവും വലിയ ഹതഭാഗ്യനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും അവൻ നിന്ദ്യനായി മാറട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുന്ന സമയത്ത് അസാധാരണമായി 3 തവണ ആമീൻ പറഞ്ഞ
ആമീൻ പറഞ്ഞ സംഭവം സുപരിചിതമാണ്. ഞാനത് വിശദമായി പറയുന്നില്ല, ചുരുക്കി പറയാം. റസൂലുള്ളാഹി 3 തവണ ആമീൻ പറഞ്ഞു. ആമീൻ നമസ്കാരവും ഖുതുബയെ നമസ്കാരവും ഒക്കെ കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾക്ക് റമദാൻ സമാഗതമായി. ആ റമദാൻ സമാഗതമായി റമദാൻ അവനോട് വിട പറഞ്ഞിട്ടും അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നുവെങ്കിൽ അവൻ നിന്ദ്യനായി മാറട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറയുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമോ ഇല്ലേ എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തീർച്ചയായും കബൂൽ ചെയ്യും. കാരണം പ്രാർത്ഥിക്കുന്നത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ഒരു തടസ്സവും ആ പ്രാർത്ഥന സ്വീകരിക്കാൻ, ആ പ്രാർത്ഥന തട്ടിക്കളയാൻ ഇല്ല. തീർച്ചയായും അല്ലാഹു അത് കബൂൽ ചെയ്യുക തന്നെ ചെയ്യും. കാരണം അത്രമേൽ നല്ല ഒരു സന്ദർഭം ലഭിച്ചിട്ടാണ് അവൻ അത് ഉപയോഗപ്പെടുത്താതെ പോയത് എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിശുദ്ധ റമദാൻ, വരാനിരിക്കുന്ന വിശുദ്ധ റമദാൻ, അതിനെ നല്ല വിധം അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് തൗബയാണ്. റമദാൻ വന്നിട്ടല്ല തൗബ, തൊന്നാലും ചെയ്യണം. അത് വരുന്നതിന് മുമ്പ് തന്നെ തൗബ ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും പിൻവാങ്ങി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി നല്ലൊരു മനസ്സോടുകൂടെ ആയിരിക്കണം റമദാനിനെ വരവേൽക്കേണ്ടത്. കാരണം പാപം നിറഞ്ഞ ഒരു മനസ്സുമായി കഴിയുന്ന ഒരാൾക്ക് കൂടുതൽ സുഹൃതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് ലഭിക്കില്ല എന്നാണ്. അതുകൊണ്ട് റമദാനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ആദ്യമേ തൗബ ചെയ്യണം. ജനങ്ങളുമായുള്ള പിണക്കങ്ങളോ അവരുമായുള്ള കുറ്റങ്ങളോ നമ്മളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയറാക്കി ശുദ്ധ മനസ്സോടുകൂടെ വേണം റമദാനെ സ്വീകരിക്കാൻ. ഇത് സലഫുകൾ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റമദാനിലൊക്കെ നിർവഹിക്കുന്ന ആരാധനകൾ ആസ്വാദ്യകരമായ നിലക്ക് നിർവഹിക്കാൻ സാധിക്കും. നമ്മുടെ ഖിയാമുൽ ലൈൽ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ ദാനധർമ്മം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് നിർവഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. എങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ പറ്റൂ. ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം. നന്മകളെ കുറിച്ച് ബോധമുള്ളതുപോലെ തന്നെ പാപങ്ങളെ കുറിച്ചും ബോധമുണ്ടാകണം. നന്മയും തിന്മയും ഓർമ്മ വേണം. നന്മ ഓർക്കണമെന്ന് പറയുന്നത് അത് ആളുകളോട് വിളിച്ചു പറഞ്ഞ് പ്രകടനപരതയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഞാൻ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ചെയ്ത നന്മകൾ ഓർമ്മ വേണം. ചെയ്തുപോയ തിന്മകൾ, ആ തിന്മകൾ എടുത്തു പറഞ്ഞ് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ, അവന്റെ മുമ്പിൽ യാചിക്കാൻ നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ചും ബോധം വേണമെന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് ഞാൻ സൂചിപ്പിച്ച ലദ്ദത്ത് ആസ്വദിക്കാൻ കഴിയൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി ഖിയാമുൽ ലൈൽ നിർവഹിച്ചിരുന്നു എന്ന് കാണാം. അത് റമദാനിൽ മാത്രമല്ല, അൽ-ബഖറയും ആലി ഇംറാനും നിസാവും ഒക്കെ ഒറ്റ റക്അത്തിൽ പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നു. അത്തരത്തിലുള്ള നമസ്കാരത്തെ കുറിച്ച് റസൂൽ പറഞ്ഞത്, എനിക്ക് ഏറ്റവും അധികം കൺകുളിർമ ലഭിക്കുന്നത് നമസ്കാരത്തിലാണ്. ആ ഒരു കൺകുളിർമ കരഗതമാക്കാൻ, അത് നേടാൻ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. തൗബ ചെയ്തൊരു മനസ്സുമായിട്ട് വേണം അതിനെ സമീപിക്കാൻ എന്നർത്ഥം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് സത്യസന്ധമായി അള്ളാഹുവിനോട് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണേ, അതിനുള്ള തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥന വേണം. നിയ്യത്തും സ്വാദിഖ, സത്യസന്ധമായ ഉദ്ദേശ്യം അതുണ്ടായിരിക്കണം. ഞാൻ ഈ റമദാൻ വന്നാൽ അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമെന്ന ഒരു ഉറച്ച തീരുമാനവും, അത് ലഭ്യമാകുവാൻ അള്ളാഹുവിനോടുള്ള
മനമുരുകിയ പ്രാർത്ഥനയും, അത് രണ്ടും കൂടെ സമന്വയിക്കുമ്പോഴാണ് നമുക്ക് റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. സത്യസന്ധമായി അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ അത് അള്ളാഹു തആല നൽകുക തന്നെ ചെയ്യും. കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ അത് കേട്ടതാണ്. ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാം. ഒരു ഗ്രാമീണനായ വ്യക്തി, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച അല്പം ഗനീമത്തിൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹത്തിനും നൽകി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് കണ്ടല്ല ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ന്യായമായ ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അതിൽ പങ്കെടുത്ത് ശത്രുവിന്റെ അമ്പ് എന്റെ ഇവിടെ തറച്ച്, അദ്ദേഹം ഹൽക്കിലേക്ക് ചൂണ്ടിയിട്ട്, തന്റെ തൊണ്ടയിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ശത്രുവിന്റെ അമ്പ് എന്റെ ഇവിടെ തറച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം വരിക്കണം, ഞാൻ അതിനാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം സത്യസന്ധമായി തന്റെ മനസ്സിലുള്ള കാര്യം പ്രഖ്യാപിച്ചു. ന്യായമായ യുദ്ധം ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ ആഗ്രഹം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം വൈകാതെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആ പോയിന്റിൽ തന്നെ ശത്രുവിന്റെ അമ്പ് തറച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. അതിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിനോട് സത്യസന്ധമായിട്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അത് അല്ലാഹു തആല നിറവേറ്റി തരുക തന്നെ ചെയ്യും. ഈ വിശുദ്ധ റമദാൻ അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് തരണേ എന്ന പ്രാർത്ഥന ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇടനെഞ്ചിൽ നിന്നാണ് അത് വരുന്നതെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ആവശ്യം, നമ്മുടെ അപേക്ഷ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല. സത്യസന്ധമായിരിക്കണം നമ്മുടെ അപേക്ഷ, എങ്കിൽ അല്ലാഹു തആല അത് നിറവേറ്റി തരും. അതിനുള്ള സന്ദർഭമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപമോചനത്തിനുതകുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങൾ വേറെയുമുണ്ട്. സന്ദർഭാനുസരണം നമുക്കത് വഴിയെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആൽ ഇംറാനിന്റെ 133 വചനത്തിൽ പറഞ്ഞ വചനം ഈ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കുക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, അഥവാ പാപമോചനം ലഭിക്കുവാൻ ആവശ്യമായ സുഹൃതങ്ങളിലേക്ക് നിങ്ങൾ അതിവേഗം മുന്നോട്ട് വരിക, മാത്സര്യ ബുദ്ധിയോടുകൂടെ മുന്നോട്ട് വരിക. വജന്ന, സ്വർഗത്തിലേക്കും. എന്നിട്ട് അല്ലാഹു തആല സ്വർഗത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് അർളുഹസ്സമാവാതു വൽ അർള്, 7 ആകാശങ്ങളെക്കാളും 7 ഭൂമിയെക്കാളും വിസ്തൃതമായതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് അതിവേഗം നിങ്ങൾ മുന്നോട്ട് വരിക. ഉഇദ്ദത ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളായ ആളുകൾക്ക് ഇപ്പോൾ തന്നെ അത് സജ്ജമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗമല്ല പടച്ചു വെച്ചിട്ടുണ്ട്, നരകവും പടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കായി പടച്ചു വെച്ചിട്ടുള്ള ആ സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പാപമോചനത്തിനുതകുന്ന കർമ്മങ്ങളിൽ അതിവേഗം അതിശീഘ്രം മുന്നോട്ട് വരൂ എന്ന് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്നു. അതിനെ പറ്റിയ സന്ദർഭമാണ് വരാനിരിക്കുന്നത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. 4 കാര്യങ്ങളാണ് പ്രത്യേകമായി റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിട്ടുള്ളതും നമ്മോട് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും. 1, പ്രത്യേകമായി റസൂൽ ശ്രദ്ധിച്ചത് ഖുർആൻ പാരായണമാണ്. 2, ഖിയാമുൽ ലൈലാണ്. 3, ദാനധർമ്മമാണ്. 4 ഇഅ്തികാഫാണ്. 5-ാമത്തെ കാര്യം ഉംറയാണ്. റമദാനിൽ ഒരു ഉംറ നിർവഹിക്കാൻ സാധിക്കുക, അതിന് പ്രത്യേകം റസൂലുള്ളാഹി പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഉംറത്തും ഫി റമദാൻ തഅദിലു ഹജ്ജ, റമദാനിൽ നിർവഹിക്കുന്ന ഒരു ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരന്മാരെ, നമ്മുടെ ഏതൊരു ഇബാദത്തും അത് കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ചെങ്കിലേ അല്ലാഹു തആല ഖബൂൽ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് അനുസൃതമായി നബി പഠിപ്പിച്ച രീതിയിൽ ഇബാദത്ത് ചെയ്യണം. അത് ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അല്ലാഹു തആല നമ്മുടെ ഏത് ഇബാദത്തും സ്വീകരിക്കുകയുള്ളൂ. വിശുദ്ധ റമളാനിലെ നാം പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന റമളാനിലെ നോമ്പിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏത് ഇബാദത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് അനുസൃതമായിരിക്കണം. നബി മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരാൾ വന്ന് നമസ്കരിച്ചിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം നബിയുടെ അടുത്ത് വന്നിട്ട് സലാം പറഞ്ഞ് നബിയുടെ സദസ്സിലേക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി നമസ്കരിച്ചു വാ, നീ നമസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നമസ്കരിച്ചു വന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ വ്യക്തിയോട് റസൂലുള്ളാഹി പറയുന്നത്, നീ പോയി നമസ്കരിച്ചു വാ, നീ നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും പോയി നമസ്കരിച്ചു വന്നു. അദ്ദേഹത്തോട് വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ഇർജി ഫഇന്നക ലം തുസല്ലി, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നമസ്കരിച്ചു വരണം, നീ നമസ്കരിച്ചിട്ടില്ല. ഇത് 3 തവണ ആവർത്തിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇങ്ങനെയേ നമസ്കരിക്കാൻ അറിയൂ, അതുകൊണ്ട് നമസ്കാരം പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ ആദ്യാവസാനം പഠിപ്പിച്ചു കൊടുത്തു. മുഴുവൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. സഹോദരന്മാർ, ഇത് വെച്ചിട്ട് നമ്മൾ ആലോചിക്കും, ഇതൊരു നമസ്കാരം എന്ന ഇബാദത്തിന് മാത്രം ബാധകമല്ല, നോമ്പിനും അത് ബാധകമാണ്, ഹജ്ജിനും അത് ബാധകമാണ്, എല്ലാ ഇബാദത്തുകൾക്കും ബാധകമാണ്. നമ്മളിവിടെ നമ്മുടെ ഒരു ധാരണ അനുസരിച്ച് കുറെ ഇബാദത്തുകൾ ചെയ്ത് പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹ് പറയാണ്, ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നല്ല നമസ്കരിക്കാൻ പറഞ്ഞിരുന്നത്, ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഇതുകൊണ്ടൊന്നും സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന് നമസ്കാരം ശരിപ്പെടുത്തി അല്ലെങ്കിൽ നോമ്പ് ശരിപ്പെടുത്തി രണ്ടാമത് ക്ലിയറാക്കി തിരിച്ചു പോകാനുള്ള ഒരവസരവും പിന്നെ ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ എന്താണ്, എങ്ങനെയാണ് നോമ്പ്, എങ്ങനെയാണ് നമസ്കാരം എന്ന് കൃത്യമായി ഓരോ ആരാധനകളെ കുറിച്ചും കൃത്യമായ അവബോധം നമുക്കുണ്ടായിരിക്കണം. രോഗികൾ എങ്ങനെ നോമ്പനുഷ്ഠിക്കണം, രോഗം എത്ര തരമുണ്ട്, നോമ്പനുഷ്ഠിക്കേണ്ടുന്ന രോഗികൾ ആരാണ്, നോമ്പനുഷ്ഠിക്കേണ്ടതില്ലാത്ത രോഗികൾ ആരാണ്, പിന്നീട് നോമ്പ് ഖളാ വീട്ടാവുന്ന രോഗികൾ ആരാണ്, അതല്ല ഖളാ വീട്ടാതെ മുത്തു കൊടുക്കേണ്ടത് ആരാണ്, അതുപോലെ മുലയൂട്ടുന്നവർ, ഗർഭിണികൾ, ഇവരുടെ നോമ്പ് എങ്ങനെയാണ്, വയോവൃദ്ധർ അവരുടെ നോമ്പ് എങ്ങനെയാണ്, അതുപോലെ നീയത്ത്, നോമ്പിന് എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഇതിന്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദമായി മനസ്സിലാക്കുവാനുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു നോമ്പുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ് ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാര ശേഷം നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ സന്ദർഭം നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.